ജിന്നുകളെ കുറിച്ച് പഠിക്കുന്നത് തന്നെ ഒരു താഴ്ന്ന ഏർപ്പാടായിട്ടാണ് ഇപ്പോൾ ചില ആളുകൾ ചിത്രീകരിക്കുന്നത്. ജിന്നുകൾ എന്ന വിഭാഗം തന്നെ ഒരു വൃത്തികെട്ട മ്ലേച്ഛന്മാരാണ് എന്ന തരത്തിലൊരു പ്രചാരണവും നടക്കുന്നുണ്ട്. അതാ ജിന്നത പോണു, ജിന്നിന്റെ ആളത പോകുന്നു എന്ന് നമ്മളെയൊക്കെ ചൂണ്ടി പറയാണ് ചില ആളുകൾ. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കോഴിക്കോട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ മടവൂരി സുഹൃത്തുക്കൾ എഴുതി വെച്ചത് ജിന്ന് നേതാവ് സക്കരിയ സലാഹി മറുപടി പറയുമോ എന്നിട്ട് വലിയ ബോർഡ്. ഇവിടെ നമ്മൾ കുറച്ച് ചോദ്യം കൊടുത്ത് കുറച്ച് ചോദ്യങ്ങൾ എഴുതി വെച്ചപ്പോ ഇതൊക്കെ ഖുറാഫികൾ ഏർപ്പാടാണ്, ഇങ്ങനെ ചോദ്യം തരലും ചോദ്യം അച്ചടിച്ച് വിതരണം ചെയ്യലൊക്കെ എന്ന് പറഞ്ഞ ആളുകൾ ഇന്നിവിടെ ചോദ്യം വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുറാഫികൾ ഏർപ്പാട്, നമ്മൾ ചെയ്ത ഖുറാഫികൾ ഏർപ്പാട്, അവർ ചെയ്ത ശുദ്ധ സലഫിയുടെ ഏർപ്പാട്. ഞങ്ങളത് ഇവിടെ വിതരണം ചെയ്തത് ഈ വിഷയം പ്രസംഗിക്കാൻ ഞാൻ ചെന്ന മിക്ക സ്ഥലങ്ങളിലും എടത്തനാട്ടുകര അല്ലാത്ത സ്ഥലത്തൊക്കെ ഇതുപോലത്തെ വലിയ ബോർഡുകൾ, എന്നെ വ്യക്തിപരമായി താറടിക്കുന്ന, തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള ബോർഡുകൾ എഴുതി വെച്ചിരുന്നു. ഞങ്ങൾ വ്യക്തിപരമായി ആരെയും പറഞ്ഞിട്ടില്ല. മടവൂരികൾ മറുപടി പറയുമോ എന്ന് ചോദിച്ച് 25 ചോദ്യം വിതരണം ചെയ്തിരുന്നു. ആ ചോദ്യത്തെ കളിയാക്കുകയല്ലാതെ അതിക്ക് ഒന്നും കൂടി കൂട്ടിക്കോ, ഒരു നമ്പറും കൂടി എഴുതി വെച്ചോ എന്നൊക്കെ പറയല്ലാതെ ആ ചോദ്യത്തിന് ഇവിടെ വിശദീകരണം ലഭിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. എന്നിരുന്നാലും ഇന്നും നാളെയുമായി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം അത് അവരെ പോലെ നമ്മൾ ആകരുതല്ലോ എന്ന നിലക്കാണ്. വിഷയം ദീനിയായ വിഷയമായതുകൊണ്ടും അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മൂന്നാം കക്ഷി ഇത് കേൾക്കുന്നു എന്നതുകൊണ്ടുമാണ് ഞങ്ങൾ ആ ചോദ്യത്തിന് മറുപടി പറയുന്നത്. ഇൻഷാ അല്ലാഹ് എന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ കുറച്ച് ചോദ്യങ്ങൾക്കും പിന്നീട് ബാക്കി നാളെയും ഞങ്ങൾ മറുപടി പറയുന്നതാണ്. പിന്നെ ജിന്നുവർഗം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഒരു സ്വതന്ത്ര സൃഷ്ടിവർഗമാണ്. അത് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജിന്നി എന്നൊരു സൂറത്ത് തന്നെ ഉണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ ഹജബാ. നബിയെ പറയുക, എനിക്ക് വഹയി ലഭിച്ചിരിക്കുന്നു, ഒരു കൂട്ടം ജിന്നുകൾ ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടു, എന്നിട്ട് അവർ പോയിട്ട് പറഞ്ഞു ഞങ്ങളൊരു അത്ഭുതകരമായ ഖുർആൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെ ജിന്നുകൾ ഖുർആൻ കേൾക്കുകയും അവരതിൽ വിശ്വസിക്കുകയും അവരുടെ ആളുകളുടെ അടുത്ത് പോയി അവരത് പ്രബോധനം നടത്തുകയും ചെയ്തു എന്ന് ഖുർആൻ വേറെ സ്ഥലത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജിന്നുകളെ സംബന്ധിച്ച് അവരിൽ മുഅ്മിനുകളുണ്ട്, മുഅ്മിനുകളല്ലാത്തവരുണ്ട്, കാഫിറുകളുണ്ട്. ജിന്നുകളിൽപ്പെട്ട കാഫിറുകളാണ് ശൈത്താന്മാർ, പിശാചുക്കൾ എന്ന് പറയുന്നത്. അവരിൽ മുസ്ലിങ്ങൾ ഉണ്ടെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അറിയപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജിന്നുകൾ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛവർഗമാണെന്ന തരത്തിലുള്ള സംസാരം നമുക്ക് പാടില്ലാത്തതാണ്. മുസ്ലിങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ട്, അവർക്ക് രക്ഷയും ശിക്ഷയും ഉണ്ട്, അവർക്ക് വിചാരണയുണ്ട്, പരലോകത്ത് സ്വർഗവും നരകവുമുണ്ട്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് മാത്രമുള്ള റസൂലല്ല, ജിന്നുകൾക്ക് കൂടിയുള്ള റസൂലാണ്. യാ മഅശറൽ ജിന്നി വൽ ഇൻസി, ജിന്നുകളുടെയും ഇൻസുകളുടെയും സമൂഹമേ എന്ന് ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. അതുകൊണ്ട് അവരെ കുറിച്ച് അവർ മ്ലേച്ഛന്മാരാണെന്ന ധാരണ നമുക്കുണ്ടാകരുത്. ശൈത്താന്മാർ എന്ന് പറയുന്ന ജിന്നുകളിലെ കാഫിർ വർഗമാണ്, നിഷേധി വർഗമാണ് മ്ലേച്ഛന്മാർ. അത് മനുഷ്യരിലെ നിഷേധികളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് വിഷയത്തെ പഠിച്ചു പോകണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് ഇവിടെ ഈ വിഷയത്തിൽ ഡോക്യുമെന്ററി ഇറക്കിയ നമ്മുടെ മടവൂരി സുഹൃത്തുക്കളും ഇസ്ലാഹി നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോയും കാണിക്കുന്നുണ്ട്. ദീർഘകാലം KNMന്റെ പ്രസിഡന്റ് ആയിരുന്ന, അവസാന കാലത്ത് അദ്ദേഹത്തെ കാലുവാരാൻ ഈ ആളുകളുടെ ഗൂഢശ്രമം ഉണ്ടായി. എന്നിരുന്നാലും പിന്നീട് അദ്ദേഹം വീണ്ടും പ്രസിഡന്റായി. ഒന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സെൽസബീൽ സ്പെഷ്യൽ പാലക്കാട് സമ്മേളനത്തോടനുബന്ധിച്ച് ഇറക്കിയതാണ്. അതിൽ ഡോക്ടർ എം ഉസ്മാൻ സാഹിബിന്റെ നീണ്ട ഒരു ലേഖനമുണ്ട്. അത് ഇൻസാഫ് പബ്ലിക്കേഷൻസ് മുഖ്യ ശത്രു എന്ന പേരിൽ ബുക്കായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്നും യുവതാ ബുക്ക് ഹൌസിൽ അത് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പുസ്തകത്തിന്റെ തുടക്കത്തിൽ, ആ ലേഖനത്തിന്റെ തുടക്കത്തിൽ ഉമർ മൗലവി സാഹിബ് എഴുതിയത് ഞാൻ ആദ്യമായി വായിച്ചു കേൾപ്പിക്കാം. സെൽസബീൽ 1971 ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത്. ഒരു കൊല്ലം ത്രൈമാസികയായിരുന്നു, പിന്നീടാണ് മാസികയാക്കിയത്. ത്രൈമാസിക 2, 3, 4 എന്നീ ലക്കങ്ങളിൽ എന്റെ ബഹുമാന്യ സുഹൃത്തും KNM സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് പിശാചി എന്ന വിഷയത്തെക്കുറിച്ച് എഴുതിയ ദീർഘമായ ലേഖനം സംയോജിപ്പിച്ചുകൊണ്ട് പുനഃപ്രസിദ്ധീകരണം നടത്തുകയാണ്. നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭമായ ഒരു ഗവേഷണ പ്രബന്ധമാണിത്.
എന്താ നിത്യനൂതനത്വം എന്ന് പറഞ്ഞാ ഇപ്പോഴും പുതുമയുണ്ടതിന്. ഇത് പറയുന്നത് 93-ലോ മറ്റാണ്, പാലക്കാട് സമ്മേളനത്തിലാ പറയുന്നത്. അന്നും അതിന്റെ പുതുമ നശിച്ചിട്ടില്ല. ഇതൊരു ഗവേഷണ പ്രബന്ധമാണ്. ഇസ്ലാമിക വിജ്ഞാന രചനയിൽ ഈ വിഷയകമായി മലയാളത്തിൽ ഇതുവരെ ആരും ഇത്രയും പ്രഗത്ഭമായി എഴുതിയിട്ടില്ലെന്നാണ് എന്റെ അറിവ്. ആരാ പറയുന്നത്? സലഫി തറവാട്ടിലെ കാരണവരായ ഉമർ മൗലവി റഹിമഹുല്ല. അദ്ദേഹം വീണ്ടും പറയാണ്, ആധുനിക വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറക്കും എന്നെപ്പോലെയുള്ളവർക്കും ഈ രചന ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നു. ഡോക്ടർ അവറുകൾക്ക് അല്ലാഹു മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം സൽസബീൽ സ്പെഷ്യൽ പാലക്കാട് സമ്മേളനത്തിൽ വിതരണം ചെയ്തതാണ്. നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇന്ന് തർക്കത്തിലിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾക്ക് നമുക്ക് വ്യക്തമായ ഒരു മറുപടി ഡോക്ടറുടെ ഈ ലേഖനത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ഈ ലേഖനം അവസാനിക്കുന്നിടത്ത് ഉമർ മൗലവി വീണ്ടും പറയാണ്, ലില്ലാഹി ദർറുക യാ ഉസ്മാൻ, പിശാചില്ലെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് അതിയായ സഹതാപം. ഒരറബിക്കവി പാടിയത് രസാവഹമായിട്ടുണ്ട്. ഞാൻ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു, എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു, അങ്ങനെ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായി. ലില്ലാഹി ദർറുക യാ ഉസ്മാൻ എന്ന ഉസ്മാൻ ഡോക്ടർ പ്രശംസിക്കാണ്. കണ്ടോ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഈ 2 അടിക്കുറിപ്പുകളും ഞാൻ വായിച്ചത് ഈ വിഷയം കേരളത്തിലെ മുജാഹിദുകൾക്ക് പരിചയമില്ലാത്തൊരു വിഷയമല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ്. ഉമർ മൗലവി റഹിമഹുല്ല, ഉസ്മാൻ സാഹിബ് റഹിമഹുല്ല, അവരെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല. ഉസ്മാൻ സാഹിബിന്റെ പ്രഗത്ഭമായ തൂലിക എഴുതുകയും ഉമർ മൗലവി സൽസബയിലൂടെ പലവട്ടം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് ഒന്നായി പ്രസിദ്ധീകരിക്കുകയും പിന്നീട് പുസ്തകമാക്കി ഇന്ന് യുവതാ ബുക്ക് ഹൌസിൽ പോലും വിറ്റുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുഖ്യശത്രു എന്ന പുസ്തകം, അത് വായിച്ചു നോക്കിയാൽ തന്നെ ഇന്നിവർ പറയുന്ന പലതും, ഇന്നിവർ അന്ധവിശ്വാസമാണെന്ന് ആക്ഷേപിക്കുന്ന പലതും ഡോക്ടർ ഉസ്മാൻ സാഹിബ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ സ്ഥാപിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, അൽമനാർ റമളാൻ സ്പെഷ്യലിൽ ഖരീനിനെ കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ ഈ ലേഖനത്തിലെ ഒരു ഭാഗം അൽമനാർ റമളാൻ സ്പെഷ്യൽ എടുത്തു കൊടുത്തത് നമുക്ക് കാണാൻ പറ്റും.